ഹോർമുസ് കടലിടുക്കിന് സമീപം ഇറാൻ പതാക ഘടിപ്പിച്ച ചരക്ക് കപ്പൽ US നാവികസേന തടയുകയും പിടിച്ചെടുക്കുകയും ചെയ്തു. പിടിച്ചെടുത്തത് തൗസ്ക എന്ന ഇറാനിയൻ ചരക്കുകപ്പലാണ്. US ഏർപ്പെടുത്തിയ നാവിക ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് നടപടി. മുന്നറിയിപ്പുകൾ അവഗണിച്ചതിനെ തുടർന്ന് US കപ്പലിന് നേരെ വെടിയുതിർത്തിരുന്നു. ഈ സംഭവത്തെ തുടർന്ന് ഇറാൻ ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടച്ചു. തങ്ങളുടെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഈ മേഖലയിലെ സംഘർഷം കാരണം ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ ഉയർന്നിരിക്കുകയാണ്. തെക്കൻ ലെബനനിൽ ഇസ്രയേൽ സേന വീടുകളും മറ്റ് കെട്ടിടങ്ങളും ബോംബ് വെച്ച് തകർക്കുന്നതായി ലെബനീസ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. 10 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിട്ടും തെക്കൻ ലെബനനിലെ വിവിധ ഗ്രാമങ്ങളിൽ ഇസ്രയേൽ ഇടയ്ക്കിടെ ഷെല്ലാക്രമണം നടത്തുന്നതായി ലെബനീസ് സൈന്യം ആരോപിച്ചു. സൈന്യത്തിൽ ചേരാൻ യുവാക്കളെ കിട്ടാത്ത പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി US ആർമി സൈനിക സേവനത്തിനുള്ള പരമാവധി പ്രായം 42 വയസ്സായി ഉയർത്തിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. നേരത്തെ ഇത് 35 വയസ്സായിരുന്നു. എന്നാൽ സൈനികരുടെ കുറവ് നികത്താൻ പ്രായപരിധിയിൽ ഇളവ് വരുത്താൻ അധികൃതർ തീരുമാനിക്കുകയായിരുന്നു. നിലവിൽ അമേരിക്കൻ യുവാക്കൾക്കിടയിൽ സൈന്യത്തിൽ ചേരാനുള്ള താൽപ്പര്യം കുറയുന്നതും ശാരീരിക ക്ഷമതയുള്ള ഉദ്യോഗാർത്ഥികളുടെ അഭാവവുമാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിന് പിന്നിലെ പ്രധാന കാരണം. കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നതിനായി പ്രായപരിധി വർദ്ധിപ്പിക്കുന്നതിനൊപ്പം തന്നെ വലിയ തുക സൈനിങ് ബോണസായും സൈന്യം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ലണ്ടനിലെ ജൂത ആരാധനാലയങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും നേരെ അടുത്തിടെയുണ്ടായ തീവ്രവാദ ആക്രമണങ്ങളിൽ ഇറാന്റെ പങ്കിനെക്കുറിച്ച് ലണ്ടൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ലണ്ടനിലെ ജൂത കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുണ്ടായ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇറാൻ ഭരണകൂടത്തിന്റെ നേരിട്ടുള്ള പിന്തുണയോ പ്രേരണയോ ഉണ്ടോ എന്നാണ് മെട്രോപൊളിറ്റൻ പോലീസ് പരിശോധിക്കുന്നത്. ഇറാനും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. ഇത്തരം അട്ടിമറി നീക്കങ്ങൾ ലണ്ടനിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ സാധ്യതയുള്ളതായി അധികൃതർ വിലയിരുത്തുന്നു. ജൂത കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചതോടെ ലണ്ടനിലുടനീളമുള്ള ജൂത സ്ഥാപനങ്ങൾക്ക് പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ നേരിട്ട് പങ്കെടുത്തുകൊണ്ട് ഈ വർഷത്തെ 7ാമത്തെ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം സിൻപോ നഗരത്തിന് സമീപം നടത്തി. തർക്കപ്രദേശമായ കടൽ മേഖലയിൽ നിന്ന് ചൈന മനഃപൂർവ്വം സയനൈഡ് കലർത്തുന്നതായി ഫിലിപ്പൈൻസ് ആരോപിച്ചു. ഇത് പരിസ്ഥിതിയെ നശിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണെന്നാണ് ഫിലിപ്പൈൻസിന്റെ വാദം. ദക്ഷിണ ചൈന കടലിലെ തർക്കപ്രദേശമായ സ്കാർബറോ ഷോളിന് സമീപം ചൈനീസ് മത്സ്യത്തൊഴിലാളികൾ സയനൈഡ് ഉപയോഗിക്കുന്നതായാണ് ഫിലിപ്പൈൻസ് ഫിഷറീസ് ബ്യൂറോ ആരോപിക്കുന്നത്. ആ പ്രദേശത്തെ കടൽ വിഭവങ്ങൾ നശിപ്പിക്കാനും ഫിലിപ്പൈൻസ് മത്സ്യത്തൊഴിലാളികൾക്ക് അവിടെ മീൻ പിടിക്കുന്നത് തടയാനും വേണ്ടിയാണ് ചൈന ഇത്തരമൊരു നടപടി സ്വീകരിക്കുന്നതെന്ന് ഫിലിപ്പൈൻസ് കരുതുന്നു. സയനൈഡ് കലർത്തുന്നത് പവിഴപ്പൂറ്റുകളെ നശിപ്പിക്കാനും ആ പ്രദേശത്തെ സമുദ്ര ആവാസ വ്യവസ്ഥയെ എന്നേക്കുമായി ഇല്ലാതാക്കാനും കാരണമാകുമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുന്നു. ഓസ്ട്രേലിയയും ജപ്പാനും തമ്മിൽ പുതിയ യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുന്നതിനായി $7 ബില്യൺ കരാറിൽ ഒപ്പിട്ടു. ഓസ്ട്രേലിയൻ നാവികസേനയ്ക്കായി അത്യാധുനിക യുദ്ധക്കപ്പലുകൾ സംയുക്തമായി നിർമ്മിക്കുക എന്നതാണ് ഈ കരാറിലൂടെ ലക്ഷ്യമിടുന്നത്. ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനം പ്രതിരോധിക്കാൻ ഈ സഖ്യം സഹായിക്കുമെന്നാണ് ഇരു രാജ്യങ്ങളും കരുതുന്നത്. യുദ്ധക്കപ്പൽ നിർമ്മാണത്തിൽ ജപ്പാൻ നൽകുന്ന സാങ്കേതിക സഹായം ഓസ്ട്രേലിയയുടെ സമുദ്ര പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. $7 ബില്യൺ ഈ ബൃഹത് പദ്ധതി ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ വ്യവസായ മേഖലയ്ക്ക് വലിയ ഉത്തേജനം നൽകും. വടക്കൻ ജപ്പാനിൽ റിക്ടർ സ്കെയിലിൽ 7.4 മുതൽ 7.5 വരെ തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടു. ഇതിനെ തുടർന്ന് ഇവാട്ടെ, ഹൊക്കൈഡോ പ്രവിശ്യകളിൽ സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. മിയാക്കോ തുറമുഖത്ത് 40 സെന്റിമീറ്റർ ഉയരത്തിലും കുജി തുറമുഖത്ത് 80 സെന്റിമീറ്റർ ഉയരത്തിലും സുനാമി തിരമാലകൾ ഇതിനകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു.